നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിലെ മലയാളികളുടെ മരണത്തെപ്പറ്റി മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐഡിയിൽ നിന്ന് അന്യഗ്രഹ ജീവികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അടങ്ങുന്ന സന്ദേശങ്ങൾ ആര്യയ്ക്ക് വന്നിരുന്നു. ഡോൺ ബോസ്കോ എന്ന മെയിൽ ഐഡി നവീൻ തോമസ് ഉണ്ടാക്കിയ വ്യാജ ഐഡി ആണെന്നായിരുന്നു പോലീസ് കരുതിയത്. എന്നാൽ ഇപ്പോൾ തെളിയുന്നത് ഈ ഇമെയിൽ ആര്യയുടേതായിരിക്കാം എന്നാണ്. സ്വന്തമായി ഇമെയിൽ വിലാസമുണ്ടാക്കി അതിൽ നിന്ന് തനിക്ക് തന്നെ ആര്യ ഇമെയിലുകൾ അയച്ചുവെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇത്തരം മാനസികാവസ്ഥ ഉണ്ടാകാമെന്ന് ചില മാനസികാരോഗ്യ വിദഗ്ധർ തന്നെ സ്ഥിരീകരിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. സുഹൃത്തിന് ഇതിൽ നിന്നും ആര്യ ഒരിക്കൽ മെയിൽ അയച്ചുവെന്നും പോലീസ് കണ്ടെത്തി. അസാധാരണമായ ചില വിശ്വാസ രീതികളെ പറ്റിയുള്ള ആശയവിനിമയത്തിനാണ് വ്യാജ മെയിൽ ഐഡി ഉണ്ടാക്കിയതെന്ന് പോലീസ് സംശയിക്കുന്നു. അന്യഗ്രഹ ജീവിതം എന്ന സങ്കല്പം ആദ്യം പങ്കുവച്ചത് നവീനാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഒരു വൈദികനടക്കം 5 സുഹൃത്തുക്കളെ തന്റെ വിചിത്ര ചിന്തകളുടെ ഭാഗമാക്കാൻ നവീൻ ശ്രമിച്ചുവെന്നും പോലീസ് പറയുന്നു. അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലെത്തി മൂവരും ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നെന്നും പോലീസ് പറഞ്ഞു. അസാധാരണമായ ചില വിശ്വാസ രീതികളെ പറ്റിയുള്ള ആശയവിനിമയത്തിനാണ് വ്യാജ മെയിൽ ഐഡി ഉണ്ടാക്കിയതെന്ന് പോലീസ് സംശയിക്കുന്നു. അന്യഗ്രഹ ജീവിതം എന്ന സങ്കല്പം ആദ്യം പങ്കുവച്ചത് നവീനാണെന്നും പോലീസ് കണ്ടെത്തി. അതീന്ദ്രിയ ചിന്തയ്ക്കും സാത്താൻ സേവയ്ക്കും ആദ്യം അടിമയായത് നവീനാണ്. പിന്നീട് ഭാര്യ ദേവിയെയും കൂട്ടുകാരി ആര്യയെയും ഇതിലേക്ക് ആകർഷിച്ചു. തിരുവനന്തപുരം പങ്കജ കസ്തൂരി ആയുർവേദ കോളേജിലായിരുന്നു നവീനും ദേവിയും പഠിച്ചത്. ഇതിനിടെയുള്ള പ്രണയമാണ് അവരുടെ വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ആയുർവേദ ഡോക്ടർ ആകാനുള്ള പഠന സമയത്ത് തന്നെ നവീൻ തോമസ് എന്ന നവീൻ അന്യഗ്രഹ ചിന്തയിലേക്ക് അടിമപ്പെട്ടിരുന്നു. നവീൻ 2010 മുതൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചും പറയുന്ന വെബ്സൈറ്റുകളിൽ സജീവമായിരുന്നു. 2016 ഏപ്രിലിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് പറയുന്ന മിഥി എന്ന വെബ്സൈറ്റിൽ പണം സംഭാവന ചെയ്തിരുന്നുവെന്നും തെളിവുകൾ പുറത്തു വന്നിരുന്നു. മിഥി എന്ന സാങ്കല്പിക കഥാപാത്രത്തിന്റെ പേരിലാണ് ഈ യൂട്യൂബ് ചാനൽ വെബ്സൈറ്റും പ്രവർത്തിക്കുന്നത്. ഇതിൽ 2019ലും 2020ലും നവീൻ തോമസ് സംശയങ്ങൾ ചോദിച്ചതിന്റെയും അതിന് മിഥി മറുപടി നൽകിയതിന്റെയും രേഖകൾ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ഉപയോഗിച്ചാണ് ആര്യയും നവീനെയും ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത്. ലാപ്ടോപ്പും മൊബൈലുകളും പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളുമായി ഒത്തുപോകുന്നതാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയ തെളിവുകൾ. മരിച്ച ആര്യയുടെയും നവീന്റെയും ലാപ്ടോപ്പുകളിൽ നിന്ന് ലഭിച്ചത് വ്യത്യസ്ത പേരിലുള്ള നിരവധി ഇമെയിൽ സന്ദേശങ്ങളാണെന്ന് പോലീസ് വ്യക്തമാക്കി. മൂവരുടെയും മരണത്തിലേക്ക് നയിച്ച വിചിത്ര വിശ്വാസത്തിന്റെ പ്രേരണയിൽ മറ്റാർക്കും പങ്കില്ലെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം. അതേസമയം ആര്യയുടെയും ദേവിയുടെയും കൈഞ്ഞരമ്പ് മുറിച്ചത് അവരുടെ സമ്മതത്തോടെ നവീനാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രളയം വന്ന് ഭൂമി നശിക്കുമെന്നും അതിനു മുൻപ് അന്യഗ്രഹത്തിൽ പോയി ജനിച്ച് ജീവിക്കണമെന്നും ഇവർ വിശ്വസിച്ചിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ആര്യ സുഹൃത്തുക്കൾക്ക് 3 വർഷം മുൻപ് പങ്കുവെച്ച ഒരു ഇമെയിൽ സന്ദേശം കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം മുൻപോട്ട് പോകുന്നത്. ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ചില കോഡുകളും ഉണ്ടായിരുന്നു. നവീൻ നേരത്തെ അരുണാചലിൽ പോയി പർവ്വതാരോഹണം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചുവെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് തിരിച്ചെത്തിയ നവീൻ പർവ്വതാരോഹണം നടത്താനുള്ള വസ്ത്രങ്ങൾ, ടെന്റ്, പാത്രങ്ങൾ എന്നിവ ഓൺലൈനായി വാങ്ങി. ഇതെല്ലാം നവീന്റെ കാറിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. 1.5 വർഷം മുൻപ് അരുണാചലിലെ ഈസ്റ്റ് കാമെങ് ജില്ലയിലും നവീനും ഭാര്യ ദേവിയും പോയിരുന്നു. അവിടെ ബുദ്ധിവിഹാരങ്ങളിലെത്തി പർവ്വതത്തിന് മുകളിലെ ജീവിതത്തെക്കുറിച്ച് തിരക്കിയിരുന്നു. ആഭിചാര കർമ്മങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിച്ച വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ചും അവിടുത്തെ കർമ്മങ്ങളെക്കുറിച്ചും നവീൻ പഠിക്കാനും ശ്രമിച്ചിരുന്നു.